പത്തിയൂർ മണ്ഡലം 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായ നേതൃത്വം നൽകിയ നേതാക്കളെ പോലും തമസ്കരിക്കുവാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തിയൂർ മണ്ഡലം 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായി നേതൃത്വം നൽകിയ നേതാക്കളെ പോലും തമസ്കരിക്കുവാനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് പോലും പാർലമെന്റിൽ സംസാരിക്കുവാൻ അവസരം നിഷേധിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറിയെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. അവിടുത്തെ ജനങ്ങളോടുള്ള അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി എന്ന മനുഷ്യന്റെ ജന്മം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ അധികാരങ്ങളും വെച്ചുകൊണ്ട് അടക്കി ഭരിക്കുന്ന ഒരു ജനസമൂഹത്തിനെ, ആ സമൂഹത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു മഹാപ്രതിഭയും മഹാനുമായിരുന്നു മോഹൻദാസ് എന്ന മനുഷ്യനെന്ന് കണ്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധിയായി മാറുന്ന മോഹൻദാസിന്റെ തുടക്കം. 1915 ഇന്നത്തെ ദിവസം എത്രാമത്തെ വർഷമായത് ആർക്കെങ്കിലും പറയോ? 2025. 1915 എന്ന് പറഞ്ഞാൽ 110 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ശ്രീജിത്ത്? 110 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് ഈ രാജ്യത്ത് വന്നപ്പോൾ ഇവിടെയും ബ്രിട്ടീഷുകാരുടെ കൊടിയ മർദ്ദനവും കൊടിയ കിരാതമായ ഭരണവും നടക്കുന്നു. നമ്മുടെ സ്വന്തം രാജ്യത്ത് നമ്മുടെ ഭരണാധികാരികളായി ബ്രിട്ടീഷുകാർ, വെള്ളക്കാർ, സായപ്പന്മാർ ഭരിക്കുന്നത് കാണുമ്പോൾ ഇവിടുത്തെ ആളുകളെ നമുക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ, നമുക്ക് അവകാശപ്പെട്ട നാട്ടിൽ, നമുക്ക് സ്വതന്ത്രമായി നടക്കേണ്ടുന്ന ഈ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ ആജ്ഞാനുവർത്തികളായി നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വെള്ളക്കാർക്കെതിരെയുള്ള നിരന്തര പോരാട്ടങ്ങൾ ഗാന്ധിജി ഇന്ത്യയിലും ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ രാജ്യത്ത് ശക്തമായി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിക്കുന്നു. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാനൊരു അഭിഭാഷകനാണ്, വക്കീലാണ്, എനിക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ നമുക്ക് വാർഡ് പ്രസിഡന്റ് കൈത്താനത്ത് തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പത്തിയൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് ആമക്കാട് സുരേഷ്, ബ്ലോക്ക് സെക്രട്ടറി M കൃഷ്ണപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ദീപക് ഇരുവ, ഹാഷിം സേട്ട്, കുറ്റിക്കാട് സുരേഷ്, ആദർശ് മഠത്തിൽ, N ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.